കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട്. നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയും ഇത്രയും കൂടെ പോകാനായിട്ട് ഇറങ്ങി കഴിയുന്ന സമയത്താണ് ഗോമതിയുടെ ആ കാര്യങ്ങളൊക്കെ പറയണേ. കാരണം ഗോമതി തന്റെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ആ അടുക്കളയിൽ പോലും ഒന്ന് കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ. അവസാനം മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ചമ്മേ, ഇന്ന് മുതല് അമ്മയായിരിക്കണം ഇവിടുത്തെ റാണി. അറിയാലോ, ഈ ലോകത്തിൽ ഒരേ ഒരു സൂര്യന്റെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ദേവമംഗലത്തിന്റെ ഒരേ ഒരു റാണി ഈ ഗോമതി ആയിരിക്കണം എന്ന് പറയണ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതൊക്കെ നടക്കോ മോളേന്ന് ചോദിക്കാ. എന്താ നടന്നുകൂടാത്തെ? അമ്മയൊന്ന് പരിശ്രമിച്ചാൽ നടക്കൂന്ന് പറയണ. വേറെ ആർക്കും ഈ അധികാരം കൊടുക്കേണ്ട കാര്യമില്ല. അമ്മയുടെ കൈകളിലായിരിക്കണം ഈ ദേവമംഗലത്തിന്റെ സുരക്ഷിതത്വം. അറിയാലോ, ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു, ഇനി അങ്ങനെ തന്നെ വേണം. ആരെ ഈ ദേവമംഗലം അടക്കി ഭരിക്കാനായിട്ട് അമ്മ അനുവദിക്കരുത്. അമ്മയുടെ കൈകളിലൂടെ വേണം ഇവിടുത്തെ ഭരണം മൊത്തം നടക്കാനായിട്ട്. അറിയാലോ. ഇത് കേട്ടപ്പോ ഗോമതി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണ. എടുത്തിട്ടുണ്ടെന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പ്രാവർത്തികമാക്കണമെന്ന് പറയണ. അമ്മ പറയുന്ന അനുസരിച്ച് വേണം ഇവിടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാനായിട്ട്. ശരി, ഞാൻ സമ്മതിച്ചു. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മായിമ്മ പോലെ എടുക്കാനാ, അങ്ങനെയൊന്നും അല്ല പറയണേ. അറിയാലോ, അല്ലെങ്കിലും അമ്മ അങ്ങനെ അമ്മായിമ്മ പോലെ എടുക്കില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ട് മരുമക്കള് അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കത്തില്ലോ എന്നൊക്കെ പറയണം. എന്നാ ശരി, നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വന്ന് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അവരെ യാത്രയാക്കുവാണ്. ആ സമയം അച്യുതന് അനന്തന്റെ അടുത്തേക്ക് വരുവാണ്. അനന്തന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല അനന്തേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ പേരിലേക്ക് ഈ വീട് എഴുതി തരുന്ന കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അതെന്താ അച്യുത അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മയോട് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ചെയ്താ വീട് എഴുതി തരുന്നതിനെ കുറിച്ച്. പക്ഷെ അമ്മ ഒരു വ്യക്തമായ ഒരു തീരുമാനങ്ങളൊന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല എന്ന് പറയണ. ഇത് കേട്ടപ്പോ അനന്തം പറഞ്ഞു, അത് ശരിയാന്ന് പറയണേ. അല്ല, എനിക്ക് ഈ വീട് വേണാഞ്ഞിട്ടൊന്നുമല്ല, ഇങ്ങനെ എഴുതി തരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അമ്മ ആ ആധാരം ഇതുവരെയായിട്ടും എടുത്തു തന്നിട്ടില്ലോ എന്ന് പറയണ. അത് ശരിയാ, ഇവിടെ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ, പക്ഷെ എവിടെയാ എന്താന്നും അറിയത്തില്ല. അമ്മ അതിനെക്കുറിച്ച് നമ്മളോടൊന്നും സംസാരിച്ചിട്ടും ഇല്ലെന്ന് പറയണ. അനന്തം പറഞ്ഞു, പിന്നെ ഞാൻ അമ്മയുടെ കാണുമെന്ന് ഓർത്താ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടും ഇല്ലെന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നമുക്ക് അമ്മയുടെ ആ ആധാരം എവിടെയാ എന്താന്നൊക്കെ ചോദിച്ചാലോ, ആ ആധാരം ഒന്ന് വാങ്ങിയാലോ എന്ന് ചോദിക്കണം. ഇത്രയും കാലമായി ഇന്ന് വരെ ഈ വീടിന്റെ ആധാരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അത് ശരിയാ, ഇന്ന് വരെ കണ്ടിട്ടില്ലെന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ ആധാരം എടുത്ത് തരട്ടെ, പിന്നത്തെ കാര്യം പിന്നെയല്ലേ, കാരണം ബാങ്കി പ്രസന്റ് ചെയ്യേണ്ട കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് നോക്കാന്നൊക്കെ പറയണം. ഈ സമയം ഗോമതി ആകെപ്പാടെ കട്ടക്കലിപ്പോട് കൂടിയിട്ട് അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് വലിയ ടിഫിൻ കാരിയറൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീദേവി. ശ്രീദേവി ഇതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, ഇതുമായിട്ട് എങ്ങോട്ടാ? ആഹാ, ഇത് നല്ല ചോദ്യമായി. ഇതെന്താ അമ്മ ഇത്? അമ്മ ആദ്യമായിട്ടാണോ ഇത് ഇങ്ങനെ കാണുന്നേ? ഞാനിത് എന്നും കൊണ്ടേ കൊടുക്കണോ അല്ലേന്ന് ചോദിക്കണം. അതെ, എന്നും കൊണ്ടേ കൊടുക്കുന്ന ശീലമൊന്നും ഇന്നു മുതൽ വേണ്ടാന്ന് പറയണം. ശേ അമ്മേ, ഇങ്ങനൊന്നും പറയല്ല എന്ന് പറയണം. അപ്പോഴേക്കും ആനന്ദിന്റെ കോള് വന്നു. ആ ശരി ആനന്ദേട്ടാ, ഇപ്പൊ തന്നെ വരാന്നൊക്കെ പറഞ്ഞ് കോള് വെക്കുവാണ്. ദേ ആനന്ദേട്ടനെ വിളിച്ചേ, ഫുഡ് കൊണ്ട് വരാറായില്ലേന്ന്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ നിന്റെ ഭർത്താവ് ആനന്ദിന് വേണേ കൊണ്ടേ കൊടുത്തു, പക്ഷെങ്കിൽ ബാലേട്ടന് കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ആ ഇത് നല്ല കൂത്തായാലോ അമ്മേ. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റോടെ പോയിട്ടുണ്ടെങ്കിൽ ബാലച്ചന്റെ കടയായി. പിന്നെ എനിക്ക് അവിടെ കൊണ്ടേ കൊടുത്താൽ എന്താ കുഴപ്പം? രാമേട്ടനും ധർമ്മ മാമനും ബാലച്ചനൊക്കെ നോക്കിയിരിക്കുമെന്ന് പറയണം. അതെ, നോക്കിയിരിക്കത്തൊന്നും ഇല്ലാന്ന് പറയാം. നോക്കിയിരിക്കുമേ, അങ്ങനെ നോക്കിയിരിക്കണ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലനോട് വിളിച്ചു പറഞ്ഞോളാം. ആഹാരത്തിനുണ്ട് വെയിറ്റ് ചെയ്തിരിക്കണ്ട, ഇങ്ങോട്ടേക്ക് വന്ന് കഴിച്ചോളാം പറഞ്ഞോളാം. അപ്പൊ എങ്ങനെയുണ്ട്? അല്ലമ്മ, അത് പിന്നെ ബാലച്ചനും ബുദ്ധിമുട്ടാവൂലേ? പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി നീ എന്ന് പറയാണ്. കൂടുതൽ ഇങ്ങോട്ട് ചോദ്യം പറച്ചിലൊന്നും വേണ്ടാന്ന് പറയണം. അല്ല, അത് പിന്നെ അത് മോശമായിട്ടുള്ള കാര്യമല്ലമ്മേ. അത് പിന്നെ എന്നൊക്കെ നീ കൂടുതലൊന്നും പറയണ്ട, നിന്നോട് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഗോമതി. ഈ സമയം ശ്രീദേവി പറഞ്ഞു, അതെ നമ്മൾ രണ്ടുപേരും തർക്കിക്കണ്ട. എന്തിനാ തർക്കിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലച്ചനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണ. നീ എന്തിനാ ഇപ്പം ബാലേട്ടനെ വിളിക്കുന്നത്? ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറയാണ്. അങ്ങനെ ബാലനെ വിളിച്ചു കഴിയുമ്പോ ബാലൻ പുറത്തായിരുന്നു. എന്താ ദൈവമേളെ കാര്യം എന്താന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ബാലച്ച, ഞാൻ ബാലച്ചന് ഫുഡും കൊണ്ട് വരണ്ടേന്ന് ചോദിക്കണം. അതെന്താ മോളെ അങ്ങനെ? മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ഫുഡും കൊണ്ട് വരുന്നോണ്ട് ബാലച്ചന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എന്തേ, ഞാനിപ്പോ പുറത്താ മോളെ എന്ന് പറയണ. ഞാൻ കരുതി മോള് ഫുഡും കൊണ്ട് വന്നിട്ട് വിളിക്കുന്നതായിരിക്കുന്നത്. ഇല്ല ബാലച്ചാന്ന് പറയണ. മോള് ഫുഡും കൊണ്ട് വരാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഇന്ന് ശ്വാസം വിടാനായിട്ട് സമയം കിട്ടിയത്. അത് മാത്രമല്ല 10-15 മിനിറ്റ് കടയിൽ ഇരിക്കാനും പറ്റുന്നുണ്ട്. അല്ലെങ്കിലാണെങ്കിൽ ഇതിനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പിന്നെ വരുമ്പോഴത്തേനും സമയം പോകായിരുന്നു പറയണം. എന്നാ ശരി ബാലച്ച, ഞാൻ ഇപ്പൊ തന്നെ ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. കണ്ടില്ലേമ്മേ പറഞ്ഞത്?
ബാലച്ചൻ ഇപ്പോഴാ ശരിക്കും പറഞ്ഞ ശ്വാസം നേരെ വിടുന്നേന്ന്. നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓഹോ, അപ്പൊ ഇത്രയും കാലം ശ്വാസം വിടാതെയായിരുന്നു ബാലേട്ടൻ ഇരുന്നേ. അതല്ലമ്മേ, ഞാൻ ഫുഡ് കൊണ്ടുചെല്ലുന്ന ബാലച്ചന് ഇഷ്ടാ, അന്ന് ഞാൻ കൊണ്ടുപോട്ടെ. ബാലച്ചനെ കാത്തിരിക്കുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും പൊക്കി പിടിച്ച് അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടത് ഗോമതിക്ക് സർവ്വ നിയന്ത്രണം വിട്ടു. ഇന്നെങ്കിലും ഇവളുടെ ചോറ് കൊണ്ടൊക്കെ നിർത്താതെ വിചാരിച്ചിരുന്നാണ്. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. ആകെപ്പാടെ തകർന്ന മട്ടിലായി പോയി ഗോമതി. ആ സമയം പിന്നീട് ബാലൻ കടയിലേക്ക് വരുവാണ്. കടയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, അല്ല ഇതുവരെയായിട്ടും ചോറ് വന്നില്ലോ. അത് ശരിയാ, ചോറ് വരായിരുന്നപ്പോഴത്തേന് നിനക്ക് ഇച്ചിരി ടെൻഷൻ വിശപ്പ് തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ഭയങ്കര ഒരു ആന്തരം എന്ന് പറയണ. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അത് ശരിയാ, എനിക്കും അതെ. ആ കൃത്യസമയത്ത് കഴിച്ച് ഇപ്പൊ ആ കൃത്യസമയമാകുമ്പോഴത്തേനും വയറ്റിനകത്തൊരു വിശപ്പ് കയറാൻ തുടങ്ങും. അല്ലെങ്കിലും ഒരു നല്ല ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയല്ലേന്ന് ചോദിക്കുക. മുമ്പത്തെ കാര്യമൊന്നും ആലോചിച്ച് നോക്കേ. ഓ, ചിലപ്പോൾ കഴിച്ചു, കഴിച്ചില്ല. ചില ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഇവിടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും, കാരണം സമയം തികയാറില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കൃത്യസമയത്ത് ഫുഡ് കിട്ടുന്നതുകൊണ്ട് ആ കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും പറ്റുന്നുണ്ട് എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു, ഓഹോ, അപ്പൊ ഇപ്പം ചേച്ചിയെ ഒരു വിലയില്ല, പുച്ഛഭാവമല്ലേന്ന് ചോദിക്കണം. ചേച്ചി ഉണ്ടാക്കി കൊണ്ട് തരുന്ന ആഹാരത്തിന് വിലയില്ല അല്ലേന്ന് ചോദിക്കണം. അതിന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇപ്പൊ ശ്രീദേവി മോൾ ഉണ്ടാക്കുന്ന ആഹാരം നല്ലതല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞോളൂ എന്നൊക്കെ പറയണം. അപ്പോഴേക്ക് രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായി. അല്ല ആ ദേവിമോളെ എപ്പോഴും ഇങ്ങനെ ആഹാരമായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കുക. അതെന്താ രാമേട്ട അങ്ങനെ പറഞ്ഞത്? ശേ, ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ ഉദ്ദേശിച്ചല്ല. അത് ആഹാരം കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അതിന് ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കാര്യമുണ്ടോ? വീട്ടുജോലിയും കടയിലേക്ക് ചോറും കൊണ്ട് വന്നിട്ടും അങ്ങനെയൊക്കെ ആ ജീവിതം നശിച്ചു പോകത്തല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ഓ അങ്ങനെ. അല്ല എന്താ ബാല, നിന്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന് ചോദിക്കുക. അല്ല രാമേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിന് നല്ലൊരു ജോലി വേണമെന്നൊക്കെ ആഗ്രഹമില്ലേ. അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലോ. അതങ്ങനെ അവളങ്ങനെ പറയുവോ? നമ്മളത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണ്ടേ? അവളുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിച്ച് കളയേണ്ട കാര്യമുണ്ടോ? ഇത്രയും പഠിച്ച കുട്ടിയാ, അപ്പൊ അതനുസരിച്ചൊരു ജോലി വേണമെന്ന് അതിന് ആഗ്രഹം കാണും. കല്യാണം കഴിഞ്ഞ് വന്നോട് കൂടിയിട്ട് അതിന്റെ ആഗ്രഹങ്ങളൊക്കെ അത് മാറ്റി വെച്ചായിരിക്കും എന്നൊക്കെ പറയണോ. ഓ അങ്ങനെയാണല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ട് രാമേട്ടൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ബാലൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ, എന്തേലും ചെയ്താൽ മതിയാവുള്ളെന്നൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് വൈകുന്നേരം മീനാക്ഷി ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. മിത്രയും ഗോമതിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മീനാക്ഷിയെ കണ്ടത് മിത്ര ചോദിച്ചു, ഇന്നെന്താ ചേച്ചി കഴിക്കാൻ മേടിച്ചിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, പിന്നെ സ്കൂൾ കുട്ടികൾ ചോദിക്കുന്നതല്ല, നീ ആളെ കൊള്ളാലോ മിത്രയെന്ന് പറയണ. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അവള് ചോദിക്കട്ടെ അമ്മേ. അതെ, ഞാൻ പപ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. ആഹാ കൊള്ളാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്സ് എന്ന് പറയണ. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ പപ്സ് എന്ന് മീനാക്ഷി ചോദിക്കുകയാണ്. എനിക്കും ഇഷ്ടമാണ് പപ്സ് എന്ന് പറയണ. അല്ല ഒരാൾ എന്തിയേ, നമ്മുടെ ദേവി ചേച്ചി എന്തിയേ? അല്ലെങ്കിൽ ഓടി വരേണ്ടതായിരുന്നല്ലോ, കണ്ടില്ലോ എന്ന് പറയണം. ഇവിടെ ഉണ്ട്, ഇപ്പൊ തന്നെ വരുമായിരിക്കും എന്ന് പറയാ. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്ക് ശ്രീദേവി വന്നു. മീനാക്ഷി വന്നായിരുന്നോ? ഞാൻ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു മിത്രോട്, അതെ ഞാൻ ആ ഫ്ലാസ്കിനകത്ത് ചായ എടുത്തിട്ടുണ്ട്, നീ മീനാക്ഷിക്ക് ഈ ചായ എടുത്ത് കൊടുക്കാൻ പറയണം. അപ്പൊ മീനാക്ഷി പറഞ്ഞു, എനിക്കിപ്പോ വേണ്ടമ്മേ, ഞാൻ പിന്നെ ചായ കുടിച്ചോളാന്ന് പറയണം. അപ്പോഴാണ് മിത്രയുടെ കയ്യിൽ പപ്സ് ഇരിക്കുന്നുണ്ട്. ഇതെന്താ മിത്ര, പപ്സാ? ഇതെവിടുന്നാ? ഇത് കടയെന്ന്. അയ്യോ കടയെന്നോ? കടപ്പലഹാരം വയ്ക്കോ? എന്താ മീനാക്ഷി ഇത്? നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ കടയിൽ നീ പലഹാരം ഒന്നും മേടിച്ചോണ്ട് വരേണ്ട കാര്യമില്ലെന്ന്. എന്തിനാ നീ ഇതൊക്കെ വാങ്ങിച്ചെന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, ഒരു ദിവസം വെച്ച് പലഹാരം മേടിച്ചെന്ന് ഓർത്തുണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്ന് പറയണം. അയ്യോ എന്നാലും ഇത് കുറച്ച് കഷ്ടമാട്ടോ. എന്ത് എണ്ണയ്ക്കകത്താ എന്ത് മാവിനകത്താ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ആര് കണ്ടെന്ന് ചോദിക്കുക. എന്തേലും പറയുമായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലുണ്ടായി കൊടുക്കില്ലായിരുന്നോ? ഇത്ര ഈ വയറ് കേടാക്കാണ്ട് ശരീരം കേടാക്കാണ്ട് ഇത് കടയിൽ നിന്ന് മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കണം. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, അതെ ദേവി ചേച്ചിക്ക് വേണ്ട ഞാൻ കഴിച്ചോളാന്ന് പറയണം. ഈ സമയം മിത്രയും എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ വല്ലപ്പോഴും ഇങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കണം എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാ. എന്റെ മീനു, നീ ഇതെന്താ പറയണേ? നീ എല്ലാവരുടെ ശരീരം കേടാക്കാൻ തീരുമാനിച്ചോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അതെ ദേവിയടുത്തേക്ക് വേണ്ട കഴിക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് ശ്രീദേവി പ്ലേറ്റ് മാറ്റി. ശ്രീദേവി വെച്ചു, അല്ല എത്ര രൂപയായി ഇതിനൊക്കെ? ഒരു പപ്സിൽ എത്രയാന്ന് ചോദിക്കുക. അതെത്രയാന്ന് ഞാൻ ചോദിച്ചില്ല, മൊത്തത്തിലൊരു 100-200 രൂപയായെന്ന് പറയണം. 200 രൂപയോ? ഒരു ദിവസം 200 രൂപയോ? അങ്ങനെയാണെങ്കിൽ ഒരു മാസം എത്ര രൂപയോ? ഒന്ന് കണക്ക് കൂട്ടി നോക്കിയെന്ന് പറയണം. അതിനെ ഇവിടെ എല്ലാ ദിവസവും മേടിക്കുന്നില്ലോ. അല്ല ദിവസം മേടിക്കുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, 6000 രൂപയോ ഒരു മാസം? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ. 72,000 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കണക്ക് അങ്ങോട്ട് കൂട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് വർഷം അങ്ങോട്ട് കണക്ക് കൂട്ടി കഴിയുമ്പോഴത്തേനും ദൈവമേ 2-3 ലക്ഷം രൂപ.
ഉം. അങ്ങനെയാണെങ്കിൽ ദേ 2 സെന്റ് സ്ഥലം മേടിക്കായിരുന്നു പറയണം. ഇത് കേട്ടതും ഗോമതിയും മീനാക്ഷി മിത്രമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ മീനാക്ഷി വിടാൻ കൂട്ടാക്കില്ല. മീനാക്ഷി പെട്ടെന്ന് ചോദിച്ചു, അല്ല ശ്രീദേവേച്ചിയുടെ വീട്ടിൽ പപ്സ് മേടിക്കാറില്ലെന്ന് നിൽക്കൂ. ഇല്ല. അല്ല കഴിക്കാറേ ഇല്ല. കുറെ വർഷങ്ങളായി കഴിച്ചിട്ടെന്ന് പറയാ. ഏകദേശം ഒരു 10 വർഷത്തോളൊക്കെ ആയി കാണുമല്ലേ? ആ അതേന്ന് പറയാണ്. അങ്ങനെയാണോ ഒന്ന് കണക്കൂട്ടി നോക്കി എത്ര രൂപ ലാഭിച്ചിട്ടുണ്ടെന്ന്. ഒരു ദിവസം 200 രൂപയാണെങ്കിൽ ഒരു മാസം 6000, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 7,500,000 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രൂപയ്ക്ക് ഒരു 3-4 സെന്റ് സ്ഥലം മേടിക്കാം. അല്ല ശ്രീദേവി ചേച്ചി ആ സ്ഥലം എവിടെയാ മേടിച്ചിട്ടിരിക്കുന്നു ചോദിക്കോ. ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി. ഗോമതിയും ഇത്ര അവിടെ ഇരുന്ന് ചിരിക്കുവാണ്. അല്ല പറ ശ്രീദേവി ചേച്ചി, അല്ല ഈ പപ്സിന്റെ പൈസ കൊണ്ടൊക്കെ മേടിക്കുന്ന സ്ഥലം അതെവിടെയാ മേടിച്ചിട്ടിരിക്കുന്നത് ചോദിക്കണം. അല്ല അത് പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാന്ന് പറയണേ. ഓഹോ, അപ്പം ജോലി ഇല്ലാത്തോണ്ടാ വാങ്ങിക്കായിരുന്നേ. ജോലി ഉണ്ടായിരുന്ന വാങ്ങിച്ചാനോ അല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അതെ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഇതൊക്കെ വാങ്ങുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട്. എന്നും വാങ്ങുന്നില്ലോ. പിന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന എന്തിനാ? നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കണ്ടേ. അല്ലാതെ ജോലിക്ക് പോയിട്ട് വെറുതെ പട്ടിണി ഇരിക്കേണ്ട കാര്യം നമുക്കില്ലോ എന്ന് പറയണം. മിത്ര പറഞ്ഞു, ഓ എനിക്കിവിടെ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഞാനും ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചാണെന്ന് പറയാം. ആഹാ, അപ്പൊ നീ ട്യൂഷൻ എടുക്കുന്ന ഈ പലഹാരം മേടിക്കാനായിരുന്നു മിത്രയോട് ചോദിക്കണം ശ്രീദേവി. വെറുതെ അല്ല നിന്റെ ട്യൂഷൻ ഇല്ലാതായത്, നന്നായി ഒരു കണക്കിന് എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, മതി നിർത്തിയാരെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പേരിൽ ഒരു തർക്കമൊന്നും വേണ്ടാന്ന് പറയണം. അവസാനം ശ്രീദേവിയോട് മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ഇത്രയും പറഞ്ഞല്ലോ, ഒരു പപ്സ് കഴിച്ചിട്ട് പോകും എന്ന് പറയണം. എനിക്ക് വേണ്ടാന്ന് പറയണം. ഗോമതി പറഞ്ഞു, ഇന്നൊരു കാര്യം ഇവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ട് പോകും. ഓ വേണ്ടേ വേണ്ടേ, എനിക്ക് ഇന്ന് കണ്ടോണ്ടിരിക്കാനൊന്നും പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും മീനാക്ഷി ചോദിച്ചു, എന്റെ ദൈവമേ ഇത് എന്തൊരു സ്വഭാവം എന്റെ അമ്മയെന്ന് പറയണം. ഓ ഇതൊന്നും അല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒരു പ്രകടനമായിരുന്നു പറയണം. പ്രകടനോ? അപ്പൊ അമ്മ ഇന്ന് കടയിലെ ചോറ് കൊടുക്ക നിർത്തുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ലേന്ന് ചോദിക്കാം. എവിടെ നിന്ന് നടക്കാനായിട്ട്? ഒന്നും പറയണ്ട, അതാകെപ്പാടെ പ്രശ്നമായെന്ന് പറയാ. പ്രശ്നമായോ? ഓഹോ, അപ്പൊ അമ്മ തോറ്റുപോയല്ലേ? തോറ്റുപോയതല്ല, അവൾ ആ ബാലേട്ടനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷ കാര്യമല്ലെന്ന് പറയണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അപ്പച്ചി ഇങ്ങനെ താണു കൊടുത്തോളം പറയാണ്. ചില വീട്ടിലൊക്കെ അമ്മായിമ്മമാര് മരുമക്കളെ കുനിച്ചു നിർത്തുന്ന ഒരു കാലം ഇത്. പക്ഷെ എന്റെ അമ്മായിമ്മ അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ. അമ്മയാണെങ്കിൽ ഒരു അമ്മായിമ്മ പോലും എടുക്കുന്നില്ല. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ അറിയില്ല എന്ന് പറയാം. അതാ പറഞ്ഞേ, അതുകൊണ്ട് അമ്മയുടെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങണേ. അമ്മ പോരെടുക്കാത്തോണ്ട് പോരെടുക്കണമെന്ന് നമ്മൾ പറയണില്ല. പക്ഷെങ്കില് എന്നും പറഞ്ഞോണ്ട് അമ്മയ്ക്ക് ഇവിടെ ചില അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനകത്ത് കൈ കടത്താൻ വന്ന അമ്മ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? മരുമോളാണ്, മരുമോളുടെ സ്ഥാനത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുവരും കയറ്റുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.